സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ലോകകപ്പ് ആവേശത്തിനിടെ നമ്മളിന്ന് ക്രിക്കറ്റ് വിലയിരുത്തലുകളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അയർലൻഡിനെതിരായ 2020 പരമ്പര ഇന്ത്യ നഷ്ടമാക്കിയിരിക്കുന്നു. ഒപ്പം വനിതാ ക്രിക്കറ്റിലെയും അതുപോലെ തന്നെ ലോകങ്ങളുടെ എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടറായ ബെൻ സ്റ്റോക്സിൻ്റെ അപ്രതീക്ഷിതമായൊരു വിരമിക്കലുമുണ്ട്. നമുക്കെല്ലാം ചർച്ച ചെയ്യാം. നമുക്കൊപ്പം അനൂപ് ഷൺമുഖൻ, MSK. സ്വാഗതം. അനുപേട്ട, അയർലൻഡിനെതിരായ ആദ്യത്തെ മത്സരം തോറ്റ സമയത്ത് തന്നെ അത് വലിയ വാർത്തയായിരുന്നു. 11 മത്സരങ്ങളിൽ ഇതാദ്യമായിട്ടായിരുന്നു അയർലൻഡിൻ്റെ ഒരു മത്സരം തോൽക്കുന്നത്. അതിനുശേഷം പരമ്പര ഇന്ത്യ കൈവിടുകയാണ്. ഒരു ലോക ചാമ്പ്യന്മാരായി വന്ന ടീമാണ്. വേൾഡ് കപ്പ് ഫൈനൽ കഴിഞ്ഞിട്ട് ഇന്ത്യ കളിക്കുന്ന ആദ്യത്തെ പരമ്പരയാണിത്. ആ പരമ്പര തന്നെ ഇന്ത്യ കൈവിട്ടു. ശ്രേയസിന് ഒരു തുടക്കം നല്ലതല്ല. ശ്രേയസിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ ബോളർമാരായാലും ബാറ്റർമാരായാലും ഒരാൾ പോലും ഒരു ഉത്തരവാദിത്തം കാണിച്ചില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം. ഇന്നത്തെ സ്കോർ ബോർഡ് നോക്കുമ്പോൾ ഇന്ത്യയുടെ തോൽവി എന്ന് പറയുന്നത് 1 റൺസിന് എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് കാണിക്കുന്നത് എന്താണ്? നമ്മൾ മാറി നിന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആവേശകരമായിട്ടുള്ളൊരു മത്സരമാണെന്നാണ് നമ്മൾ പിന്നീട് വിലയിരുത്തുക. പക്ഷേ അതല്ല യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇന്ത്യൻ ടീമിൻ്റെ ഇതുവരെ കെട്ടിപ്പൊക്കി ഉയർത്തിയിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ എന്തൊക്കെയോ ഉണ്ടോ അതൊക്കെ പൊളിഞ്ഞ് അടുങ്ങുന്നൊരു കാഴ്ചയാണ് അയർലൻഡിൽ കണ്ടത്. അതിനുള്ള പ്രത്യേകിച്ചുള്ള കാരണങ്ങൾ ചികഞ്ഞു പോകുമ്പോൾ അധികമൊന്നും നമ്മൾ പോകേണ്ടതില്ല. കുറച്ച് നാൾ പിന്നിലേക്ക് പോയാൽ മതി. ഇന്ത്യ ഏറ്റവും ഒടുവിൽ ഒരു പരമ്പര തോറ്റത് 2023 വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ്. അതിനുശേഷം 16 T20 പരമ്പരകൾ ഇന്ത്യ കളിച്ചു. അതിനിടയിൽ 2 2020 ലോകകപ്പുകൾ ഇന്ത്യ ജയിച്ചിട്ടുണ്ട്, ഏഷ്യ കപ്പ് ജയിച്ചിട്ടുണ്ട്, പിന്നീട് ഒരുപാട് സീരീസുകൾ ഇന്ത്യ ജയിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമാണ് സൗത്ത് ആഫ്രിക്കയെതിരെയുള്ളത് മാത്രമാണ് ഡ്രോയിലൊക്കെ വന്നിട്ടുള്ള കാര്യം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഏറ്റവും കൂടുതൽ പരമ്പരകൾ ഇന്ത്യയിലായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യ ഏറ്റവും ഒടുവിൽ കളിച്ച് ജയിച്ച ഒരു പരമ്പര എന്ന് പറയുമ്പോൾ ഒരു ദക്ഷിണാഫ്രിക്കൻ പരമ്പര വരുന്നെങ്കിൽ പോലും ബഹുഭൂരിഭാഗവും ഇന്ത്യയിൽ തന്നെ കളിക്കുന്നു. രണ്ടാമതൊരു കാര്യം, വേൾഡ് കപ്പ് ഉൾപ്പെടെ, ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് ഉൾപ്പെടെ. അതിന് മുമ്പ് ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചു, അത് അമേരിക്കയിലാണ്. അത് നമുക്ക് പറയാം, 2024 കാര്യമാണ്. ഇന്ത്യ വിദേശത്ത് ജയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് T20 2024. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 2020 ലോകകപ്പ് നേടിയ ആ സംഘത്തിലെ, വിദേശത്ത് ജയിച്ച ആ സംഘത്തിൽ എത്ര പേർ ഈ ടീമിലുണ്ടെന്നുള്ളതാണ്. വിദേശത്ത് കളിക്കാൻ നമുക്ക് അത്യാവശ്യം വേണ്ടത് മികച്ച ടെക്നിക്സ് വേണം. പേസ് ബോളിനെ സ്വിങ്ങിനെ നേടാനുള്ള, ഇംഗ്ലണ്ടിലും അയർലൻഡിലും ഒക്കെ ആണെങ്കിൽ സ്വിങ്ങിനെ നേടാൻ കഴിയണം. ഓസ്ട്രേലിയയിലൊക്കെ ആണെങ്കിൽ ബൗൺസിനെ കൂടി നമുക്ക് നേടാൻ കഴിയണം. അതിന് പറ്റിയ ടെക്നിക്കൽ സാങ്കേതിക തികവുള്ള, ബാക്ക് ഫുട്ടിൽ നന്നായിട്ട് പ്രതിരോധിച്ച് കളിക്കാൻ കഴിയുന്നതിന് സ്വിങ്ങിനെ നേടാൻ കഴിയുന്ന ബാറ്റ്സ്മാൻമാർ, ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാർ വേണം. അതില്ല എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഒരു മൊമെൻറ്റം, അതായത് വർഷങ്ങളോളം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഈ ചക്കിലാട്ടുന്ന കഴുതയെ അഴിച്ചുവിട്ടാലും അത് വട്ടത്തിൽ തന്നെ കറങ്ങിക്കൊണ്ടും എന്നുള്ളൊരു ചൊല്ലുണ്ട്. അതായത് അതിന് മറ്റൊന്നും അറിയില്ല, അത് ശീലിച്ചു പോയി എന്ന് പറയുന്ന പോലെയാണ് ഈ സംഭവം. ഇന്ത്യ ഇവിടെ ഇങ്ങനെ ചെതിക്കുഴിയിൽ കിടന്ന്, ഫ്ലാറ്റ് പിച്ചിൽ കിടന്ന് കളിച്ച് അതുമായിട്ട് ബ്ലെൻഡായിപ്പോയി. നേരെ പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഇന്ത്യൻ ടീമിനൊരു ഇമ്പാക്ട് പ്ലെയർ ഇല്ല എന്നുള്ളതായിരുന്നു. IPL കളിച്ച് ഇമ്പാക്ട് പ്ലെയറുടെ സ്വാധീനത്തിൽ ഈ ടീം ഇങ്ങനെ കളിച്ച് അതിൻ്റെ അതിലങ്ങ് മുഴുകിപ്പോയെന്ന് തോന്നുന്നു. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ മാറ്റി ഇറക്കാൻ പറ്റുന്ന ഒരു താരമില്ല എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ട്, അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. സഞ്ജു സാംസനെ നമ്മൾ കുറ്റം പറയുകയല്ല. പക്ഷേ അദ്ദേഹം 2 മത്സരങ്ങളിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്ക് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ സഞ്ജുവിനെ കളി ജയിക്കുമ്പോൾ നമ്മൾ നല്ലതെന്ന് പറയും, സ്വാഭാവികമാണ്. കളി ജയിച്ച് അല്ലെങ്കിൽ കളിച്ചാൽ നമ്മൾ നല്ലതെന്ന് പറയും. കളി തോക്കുകയാണെങ്കിൽ അത് വിമർശിക്കപ്പെടുകയും ചെയ്യണമല്ലോ. അപ്പോൾ സഞ്ജുവിന് സംഭവിച്ചത് എന്താണ്? 2 കാര്യങ്ങൾ. ഒന്ന്, മുന്ദ്ര എന്ന് പറയുന്ന ബൗളർക്ക് കീഴിൽ 2 കളികളിലും ആദ്യ പന്തിൽ തന്നെ പുറത്താവുകയാണ്. ഇന്നലെ വെരി ഫസ്റ്റ് ബോളാണ്, ഇന്നിങ്സിൻ്റെ വെരി ഫസ്റ്റ് ബോളിൽ പുറത്താകുന്നു. പക്ഷേ അതൊരിക്കലും സഞ്ജുവിന് പിഴവായിട്ട് കാണാൻ കഴിയില്ല. അത് ഏറ്റവും മികച്ച ഒരു ഗംഭീരമായിട്ടൊരു പന്തായിരുന്നു. ലെഗ് സ്റ്റംപ് ലൈനിൽ പന്ത് പിച്ച് ചെയ്തിട്ട് ലെഗ് സ്റ്റംപ് എടുത്തുകൊണ്ട് പോകുന്ന തരത്തിൽ അതൊരു അപ്പീലിന് അദ്ദേഹം ശ്രമിച്ചെങ്കിലും അത് പാഴായി പോകുന്നത് കണ്ടു. ഇതേപോലെയാണ് ആദ്യത്തെ കളിയിലും അത് പ്ലേഡ് ഓൺ ആണ് എങ്കിൽ പോലും മുന്ദ്രയ്ക്ക് കീഴിൽ കീഴടങ്ങും, പുതിയൊരു ബൗളർക്ക് കീഴിൽ കീഴടങ്ങുന്ന ഒരു കാഴ്ച കണ്ടു. സ്വാഭാവികമായിട്ട് ഈ കളിയിൽ 2 കാര്യങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഒന്ന്, എന്താണ്, ഇന്ത്യൻ കണ്ടീഷനിൽ നിന്ന് വളരെ വേഗത്തിൽ വിദേശ കണ്ടീഷനിലേക്ക് ഇന്ത്യൻ ടീമിന് മാറാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് 2 മത്സരങ്ങളുള്ള പരമ്പരയാണ്. അത് വളരെ വേഗത്തിൽ കഴിഞ്ഞു പോയി എന്നുള്ളത് ഒരു കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കണം. 2, ഇമ്പാക്ട് പ്ലെയർ പോലെയുള്ള IPL സിസ്റ്റം അല്ല എന്നുള്ള ഒരു കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം,
ശ്രേയസ് ആയിരുന്ന ക്യാപ്റ്റൻ. അദ്ദേഹം 369 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ ടീമിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തുന്നത്. അത്രയും ദീർഘനാളിന് ശേഷം നേരിട്ട് ഒരാൾ ക്യാപ്റ്റനായിട്ട് വരുന്നു എന്നുള്ള കാഴ്ച കൂടിയാണ്. അദ്ദേഹത്തിന് കീഴിൽ ടീം വളരാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കണം. അത് ഒറ്റ 2 മത്സരങ്ങളുടെ പരമ്പര കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ ഒരു വിമർശനം ഉണ്ടാകുക ഒരു പക്ഷേ വൈഭവ് സൂര്യവംശി കളിച്ചിരുന്നെങ്കിൽ എന്നുള്ളതാണ്. വൈഭവ് സൂര്യവംശി മാത്രം കളിച്ചുകൊണ്ട് ഈ ടീം ജയിക്കണമെന്നില്ലല്ലോ. അപ്പോൾ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഇന്ത്യക്ക് വിദേശത്ത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യൻ ടീം ഈ സഞ്ജു അടക്കമുള്ളവർ 2023 ഇതേ അയർലൻഡിൽ കളിച്ച് ജയിച്ച ടീം അംഗങ്ങളുമായിട്ടുണ്ട്. പരമ്പര നേടിയ ടീമിൽ അംഗമാണ് സഞ്ജു അടക്കമുള്ളവർ. അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത് പുതിയ ഒരു കണ്ടീഷനാണ്, പുതിയ താരനിരയാണ്. ജയ്മുദ്രെ പോലെയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള പുതിയ ബൗളർ വന്നിട്ടുണ്ട്. സഞ്ജു ഇന്നലെ അഭിഷേകം പരാജയപ്പെട്ടു. അവർ രണ്ടുപേരും മികച്ചൊരു തുടക്കം നൽകുന്നതിൽ പരാജയമായി. എങ്കിലും ഈ പരമ്പര തോറ്റത് ബാറ്റ്സ്മാൻമാരുടെ പരാജയം നമുക്ക് പറയേണ്ടി വരും. കാരണം ബൗളർമാർ അവർക്ക് ആവതും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ മത്സരം ഈ പരമ്പര തോൽവി ബൗളർമാരുടേതായിട്ടാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നു. നമ്മൾ തൊട്ട് മുമ്പുള്ള ഒരു ക്രിക്കറ്റ് ടാക്ടിക്സിൽ സൂര്യയെ മാറ്റിയത് നല്ല തീരുമാനമാണെന്ന് ഞാനും പറഞ്ഞു. അന്ന് MSK സൂര്യക്ക് വേണ്ടി ശക്തിയുക്തം വാദിച്ചു. ഇപ്പോഴും MSKയുടെ വാദം ശരിയാണെന്നാണോ കാലം തെളിയിക്കുന്നത്? അല്ല, ഇപ്പോഴും ഞാൻ അതേ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. കാരണം സൂര്യയുടെ കീഴിൽ 52 മത്സരങ്ങളിൽ 42 മത്സരങ്ങളും ഇന്ത്യ ജയിച്ചതാണ്. ക്യാപ്റ്റൻസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരത്തിലും നമ്മൾ കണ്ടിടത്തോളം ശ്രേയസ് അയ്യർ ഒരു കെട്ടിയിറക്കിയ ക്യാപ്റ്റൻ എന്ന ഫീലാണ് തോന്നിയത്. അതായത് സൂര്യ കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഒരു സീരീസ് പോലും 16 സീരീസ് തോൽക്കാത്ത ഒരു നായകനായിരുന്നു. ലോകകപ്പ് നേടിയ ലോകകപ്പ് വിന്നിംഗ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനെ രായ്ക്ക് രാമാനം പറഞ്ഞു വിട്ടുകൊണ്ട് മറ്റൊരാളെ ഈ ശ്രേയസ് അയ്യരെതിരത്തേക്ക് കെട്ടിയിറക്കിയ അതേ ഫീല് തന്നെയാണ് കഴിഞ്ഞ 2 മത്സരത്തിലുണ്ടായിരുന്നത്. പിന്നുള്ളത് ആദ്യമായിട്ടാണ് ഇന്ത്യ തോക്കുമ്പോൾ കണക്കായി പോയി എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് ഈ മത്സരം വീക്ഷിച്ച് അല്ലെങ്കിൽ ഈ തോൽവി നമ്മൾ കണ്ടെടുത്തോളം കായിക പ്രേമികളൊക്കെയും ഒരു പക്ഷേ ഇന്ത്യ തോറ്റു എന്ന് കേൾക്കുമ്പോൾ കണക്കായി പോയി എന്ന് പറയാൻ മാത്രമാണ് സാധ്യത. ഒരു 90% ആൾക്കാർക്കും കണക്കായി പോയി എന്നുള്ളതാണ് പറയാനുള്ള സാധ്യത. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈഭവിനെ ഉൾപ്പെടുത്താമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ശരിക്കും വൈഭവിനെ വെച്ചിട്ടാണ് ഈ ടൂർണമെന്റ് പോലും മാർക്കറ്റ് ചെയ്തത്. ഈ ആ ചാനലിന്റെ കട്ട്സിലും മറ്റൊക്കെ വൈഭവാണ്. അപ്പോൾ വൈഭവിൽ അത്രയും ഇമ്പാക്റ്റ് ഉള്ള സമയത്ത് വൈഭവിനെ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ഈ കാണികളടക്കം ടിക്കറ്റ് ഒക്കെ എടുത്ത് വൈഭവിന്റെ കളി കാണാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ സ്റ്റാൻഡ് വരെ എല്ലാം സെറ്റ് ചെയ്തു. എന്നിട്ട് ആളുകളെ പൊട്ടന്മാരാക്കുന്ന ഒരു രീതിയാണ് വൈഭവിനെ ഉൾപ്പെടുത്താറുന്നത്. അതിന് കാരണം പറയുന്നത് ശരിക്കും നമ്മളെ ഈ അനിയത്തിയെ കാണിച്ചുകൊണ്ട് പെണ്ണ് കാണലിന് അനിയത്തിയെ വെച്ചു, കല്യാണത്തിന് ചേച്ചിയെ വെച്ചിട്ട് താലികെട്ടിന് ചേച്ചിയെ വെച്ചു എന്നുള്ള ലൈനിലാണ്. അതായത് വൈഭവിനെ കാണിച്ചുകൊണ്ടാണ് ഇത്രയും ഈ അയർലൻഡ് സീരീസ് ഇത്രയും വലിയ രീതിയിൽ ഹൈപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തത്. അവർ ഈ ചാനലുകളും മറ്റൊക്കെ വൈഭവിന്റെ അരങ്ങേറ്റം, വൈഭവിന്റെ കൂടെ അച്ഛനും അമ്മയും വരുന്നു, വൈഭവ് എന്നുള്ള മാർക്കറ്റിംഗിന്റെ പ്രശ്നമാണോ? മാർക്കറ്റിംഗിന്റെ പ്രശ്നമല്ല, വൈഭവിനെ ഉൾപ്പെടുത്താമായിരുന്നു. കൃത്യം ആദ്യ മത്സരത്തിൽ തോറ്റ സമയത്ത് ഈ മത്സരത്തിലെങ്കിലും ഉൾപ്പെടുത്താമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മത്സരത്തിൽ ഷെഡ്ജെ എന്നുള്ളൊരു കളിക്കാരന്, സൂര്യൻ ഷെഡ്ജെ എന്നുള്ള കളിക്കാരന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈഭവിനെ ഉൾപ്പെടുത്തേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉള്ള സമയത്ത് അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം. നമ്മുടെ കയ്യിൽ ഏറ്റവും നല്ല വിഭവത്തെ ഉൾപ്പെടുത്താതെ ഒരു വിമർശനം വരില്ല, ആരെ ഒഴിവാക്കുമെന്നുള്ളൊരു വിമർശനം വരില്ല. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. അതായത് ഈ അദ്ദേഹത്തിന് കിട്ടുന്ന അവസരത്തിൽ കിട്ടും. സൂര്യവംശിക്ക് നമ്മള് ലോകകപ്പ് സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ടീമിനെ എങ്ങനെ പൊളിക്കും എന്നുള്ളതായിരുന്നു. അതായത് ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടു എന്ന് കരുതി മാറ്റി നിർത്തിയത് ഷെഡ്ജയും സൂര്യകുമാർ വൈഭവ് അഭിഷേക് ഓപ്പണിംഗ് ആയിട്ട് സഞ്ജുവിനെ നെക്സ്റ്റ് പൊസിഷനിലേക്ക് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഷെഡ്ജെ എന്തിനാണെന്നുള്ള, അതായത് നമ്മളിവരെയൊക്കെ പ്രതീക്ഷിക്കുന്നു ആ സമയത്ത് ഈ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ സിനിമയിൽ ആര് വരുമെന്ന് ചോദിക്കുമ്പോൾ രജനീകാന്ത് ആയിരിക്കും, അമിതാഭ് ബച്ചൻ ആയിരിക്കും, മോഹൻലാൽ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ പച്ചക്കുളം ബാസി വരുന്നു. ആ ലൈനിലാണ്. ഷെഡ്ജെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ഷെഡ്ജെ ഇവിടെ കൃത്യമായിട്ടും വൈഭവ് അഭിഷേക് ഓപ്പണിംഗ് ആണെങ്കിൽ സഞ്ജുവിനെ എന്നിട്ട് അദ്ദേഹം മീഡിയം കൂടിയാണ്. അതെ, പക്ഷെ അദ്ദേഹം കാരണം ഓൾറെഡി വന്നത് അദ്ദേഹം നല്ല രീതിയിൽ ഇത്രയും ഹൈപ്പുള്ള ഇപ്പൊ പ്രായമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര ഇതൊക്കെയാണ് പറയുകയാണെങ്കിൽ IPL നമ്മൾ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പുള്ള ശ്രീലങ്കക്കെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. 27 ബോളിന് 93 എടുത്ത് അത്ര ഇമ്പാക്ട്. അതായത് ടീമിലെ ഏറ്റവും വിസ്ഫോടനാത്മകമായി കളിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു താരമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്തേണ്ടത് BCCIയുടെ ഈ ടീം സെലക്ഷന്റെ ഉത്തരവാദിത്വമായിരുന്നു. അവരത് ഉൾപ്പെടുത്തിയില്ല. മാത്രമല്ല വൈഭവ്
IPL അടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. ബുംറയൊക്കെ ഫസ്റ്റ് ബോളിൽ 6 അടിക്കുന്ന ഒരു താരം, അല്ലെങ്കിൽ കമ്മിൻസിനെയും മിച്ചൽ സ്റ്റാർക്കിനെയും ഒക്കെ 6 പിന്നെ അടിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു താരം. അദ്ദേഹത്തെ എന്തിനാണ് ഇങ്ങനെ ഈ പിന്നെ എന്താ പറയുക മാറ്റി നിർത്തുന്നത്? അതായത് ഇങ്ങനെ ടീമിൽ ഉൾപ്പെടുത്താതെ ഒരു കാഴ്ച വസ്തുവായി അദ്ദേഹത്തെ എല്ലാവരുടെയും കൊണ്ടുപോകുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഫീലിംഗ് ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ മത്സരത്തിലും ആദ്യ മത്സരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടു. രണ്ടാമത്തെ മത്സരത്തിലും ആളുകളെ പൊട്ടന്മാരാക്കുന്ന ഒരു സമീപനമാണ് ഈ പ്ലേയിങ് 11 തിരഞ്ഞെടുക്കുന്നതിൽ ഇന്ത്യ കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് മൊത്തത്തിൽ അവിടെ ഈ ക്യാപ്റ്റൻ കോച്ച് അപ്പോഴെ ഒരു പ്രശ്നം വരുന്നുണ്ടോ? അതായത് ശ്രേയസ് വേണ്ട എന്ന് ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരാളാണ് ഗംഭീർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ടീമിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തോന്നുന്നുണ്ടോ? അത്തരത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത അത് ആക്ച്വലി ഈ സൂര്യകുമാർ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഓൾറെഡി ടീം ഒരു സിങ്കാണ്. സൂര്യ ഔട്ട് ഓഫ് ഫോം ആയിരുന്നു എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്താം. സൂര്യ സെൽഫ്ലെസ് ആയിട്ടാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിനെ നയിച്ചത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അദ്ദേഹം ബാറ്റിങ്ങിൽ ഫോം ഔട്ട് ആയിരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ മറ്റൊരാൾക്ക് നൽകുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വിന്നിങ് എന്ന രീതിയിൽ, വിന്നിങ് ഫോർമുല ഉണ്ടാക്കണം, ഇന്ത്യ ജയിക്കണം എന്ന രീതിയിൽ മാത്രമായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പല മത്സരത്തിലും, അദ്ദേഹം പുറത്തായ പല മത്സരത്തിലും ഫസ്റ്റ് ബോളിൽ തന്നെ അദ്ദേഹം ആഞ്ഞടിക്കാൻ ശ്രമിച്ചിട്ടൊക്കെയാണ് പിന്നെ ഔട്ടായിരിക്കുന്നത്. അദ്ദേഹം ടീമിന് വേണ്ടിയിട്ടായിരുന്നു കളിച്ചത്. ആ സമയത്താണ് ചോദ്യം പ്രസക്തമാണ്. സഞ്ജുവിനെ ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ ആരെയാണ് മാറ്റേണ്ടത്? അഭിഷേകിനെയാണോ അതോ ഇഷാനെയാണോ മറ്റൊരാളാണോ മാറ്റുന്നത് ചോദിച്ചാൽ. അതേപോലെ ശ്രേയസിന് വേണേൽ ചോദിക്കാം, ഞാൻ വൈഭവനെ ഉൾപ്പെടുത്താൻ വേണ്ടി ആരെയാണ് മാറ്റേണ്ടത്? അഭിഷേകിനെയാണോ സഞ്ജുവിനെയാണോ? സഞ്ജുവിനെ ഒരിക്കലും മാറ്റണമെന്നില്ല. രണ്ട് കളി പരാജയപ്പെട്ടു എന്നതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റാൻ കഴിയില്ല എന്നുള്ള ഓൾറെഡി നമുക്ക് എന്തായാലും ഇത്രയും ബോളേഴ്സ് ഉണ്ട്. ഈ ഷെഡ്ജെ ബോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി അപ്പുറത്ത് ഓൾറൗണ്ടർ എന്ന രീതി ഷെഡ്ജെ IPL പോലും അദ്ദേഹം ബോളർ ആയിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഗുജറാത്തിന് വേണ്ടി കളിച്ചിരുന്ന താരമാണ്. അപ്പോൾ IPL പോലും അദ്ദേഹം ഒട്ടും ബോൾ ചെയ്തിരുന്നത് അദ്ദേഹം വൺ ഡൗൺ പൊസിഷൻ. നമുക്ക് മറുഭാഗത്തേക്ക് നോക്കാം. മുന്ദ്ര എന്ന് പറയുന്ന ബോളർ നമുക്കറിയാമായിരുന്നു. അദ്ദേഹം വന്നു 2 വിക്കറ്റ് 2 കളികളിൽ നിന്ന് ഇമ്പാക്ട് ഉണ്ടാക്കി 2 കളികളിലും ഫസ്റ്റ് ബോളിൽ തന്നെ വിക്കറ്റ് എടുക്കുന്ന കാഴ്ച കണ്ടു. അങ്ങനെയാണല്ലോ ഒരാൾ സംഭവിക്കുക. ചിലപ്പോൾ ഒരു സെക്കൻഡ് MSK ഷെഡ്ജിയിൽ മാത്രം പിടിച്ചോണമെന്നൊന്നാണ്. അപ്പോൾ 5 ബോളേഴ്സ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ഷെഡ്ജയും പ്രിൻസ് യാദവാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത്. ഷെഡ്ജി ഉൾപ്പെടുന്നതിന്റെ പ്രധാന കാരണം വാഷി അത്ര ഫോം കളിക്കുന്നില്ല എന്ന ഒരു കാര്യം. പ്രിൻസ് വന്നു. പ്രിൻസ് നല്ല രീതിയിൽ പന്തെറിഞ്ഞു, 3 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഇന്ത്യൻ ബോളർമാരിൽ ഏറ്റവും നന്നായി പന്തെറിഞ്ഞ താരങ്ങളിൽ ഒരാളാണ് പ്രിൻസ്. അപ്പോൾ ഷെഡ്ജിയും കൂടി ആ ഒരു രീതിയിൽ പ്രകടനം ഉണ്ടാകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ഹർഷദീപ് സിംഗ് അവിടെ ഉണ്ട്, ഹർഷിത് റാണ ഉണ്ട്, പ്രിൻസ് യാദവ് ഉണ്ട്, ശിവൻ ദൂബെ ഉണ്ട്, അക്സർ പട്ടേൽ ഉണ്ട്. 5 പേര് ബോൾ ചെയ്യുന്നതായിട്ട് ഷെഡ്ജിയുടെ ബൗളിംഗ് പ്രകടനം അത്ര മോശമെന്ന് പറയാൻ കഴിയില്ല. 2 ഓവറിൽ അദ്ദേഹം 25 കൊടുത്തു എന്നുള്ളത് അല്ല. അദ്ദേഹത്തെ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് എതിരെയല്ല ഞാൻ പറയുന്നത്. ഈ സൂര്യവംശിയെ ഉൾപ്പെടുത്തണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ സൂര്യവംശിയെ കൃത്യമായിട്ടും ഈ ടീമിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവിടെ ഇന്ത്യക്ക് ഓൾറെഡി 5 ബോളേഴ്സ് ഉള്ള സമയത്ത് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയാലും തെറ്റില്ലായിരുന്നു. പക്ഷേ ഇത് കൃത്യമായിട്ടും അത്രയും ഹൈപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആളുകൾ, നമ്മൾ കാണുന്ന ആൾക്കാരെ വിഡ്ഢികളാക്കുന്ന ഒരു സമീപനാണ്. ഇദ്ദേഹത്തെ 155 റൺസിന്റെ ഒരു കളി മാത്രമായിരുന്നു. നമുക്ക് നോക്കൂ, ആദ്യ 2 ഓപ്പണറാണ് ഇന്ത്യയുടെ വിസ്ഫോടന ശേഷിയുള്ള 2 ഇന്ത്യൻ ഓപ്പണേഴ്സും നേരിട്ട് ആദ്യ പന്തിൽ തന്നെ പുറത്താകുന്ന കാഴ്ചയാണ്. പിന്നെ ആ ടീം എവിടുന്ന് രക്ഷപ്പെടണം? പിന്നെ ബാക്കിയുള്ളവർ ഇഷാൻ കിഷൻ ഉണ്ട്, ശ്രേയസ് സർ ക്യാപ്റ്റനുണ്ട്, തിലക് വർമ്മയുണ്ട്. ഈ തിലക് വർമ്മ ഇന്നലെ കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കളിച്ചിട്ടുണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല. തിലക് വർമ്മ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി അതിനകത്ത് അനുവേട്ടം പറഞ്ഞത്, തുടക്കത്തിൽ അനുവേട്ടം പറഞ്ഞത് നമ്മുടെ ചർച്ചയിൽ, ഇപ്പോൾ ഇന്ത്യൻ കണ്ടീഷനിൽ സ്ഥിരമായിട്ട് കളിച്ചതിൻ്റെ ഒരു സാധനം പുറത്തേക്ക് പോകുമ്പോഴുള്ളൊരു ഈ ക്വാളിറ്റി പ്രശ്നം, ബോൾ പിക്ക് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അയർലൻഡിൽ നമുക്കറിയാം, അയർലൻഡിലും ഇംഗ്ലണ്ടിലൊക്കെ ഏകദേശം ഒരേ ഇതാണ്. ഒന്ന് അവിടുത്തെ പിച്ച് മാത്രമല്ല, കാലാവസ്ഥയും മഴയുടെ സാഹചര്യം ഉണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലേതുപോലെ ബാറ്റിലേക്ക് പന്ത് വരില്ല. അപ്പോൾ നമ്മൾ പ്രോപ്പർ ഫുട് വർക്കിൽ എന്തായാലും സ്വിങ് ചെയ്യുന്ന ഉറപ്പാണ്. അപ്പോൾ പ്രോപ്പർ ഫുട് വർക്കിൽ തുടക്കത്തിൽ നിന്ന് കളിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പവർ പ്ലേയിൽ തന്നെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കയറി കളിക്കാനൊക്കെ നോക്കി വിക്കറ്റ് കളിക്കുന്ന അയർലൻഡിനൊന്നും വില കുറച്ച് കണ്ടിട്ടുണ്ടോ എന്നുള്ളതും കാരണം അയർലൻഡിന് അത്ര വലിയ ടീമല്ല. അതായത് ലോകകപ്പിന് ശേഷം ഇറങ്ങുന്ന ഇന്ത്യ ലോക ചാമ്പ്യന്മാരായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അത്ര അങ്ങോട്ട് വില കാണാത്തൊരു അങ്ങനെ ഒരു മോശം റെക്കോർഡ് കൂടി ഉണ്ട് കേട്ടോ. ലോക ചാമ്പ്യന്മാരായിട്ട് ഇറങ്ങിയതിന് ശേഷം ആദ്യ മത്സരം തന്നെ തോൽക്കുന്നു, വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നു. അയർലൻഡ് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യക്കെതിരെ പരമ്പര നേടുന്നു. അങ്ങനെയൊക്കെയുള്ള. അതുപോലെ ഇന്ത്യ ചെയ്ത ഏറ്റവും വലിയ പ്രശ്നങ്ങൾ മിഡിൽ ഓവറിൽ ഇന്ത്യ റൺ, അതായത് ഒരു തുടക്കത്തിൽ ഇത്രയും വിക്കറ്റുകൾ പോയി നിൽക്കുന്ന സമയത്ത് ഇന്ത്യ സിംഗിളുകളെടുത്ത് ഡബിളുകളെടുത്ത് റൊട്ടേറ്റ് ചെയ്ത് കുറച്ച് സ്കോർ ഉയർത്തുക എന്നുള്ള ചെയ്യുന്നത്. ആ സമയത്ത് കുറേ ഡോട്ട് ബോൾ പോയി. പിന്നെ അവസാന സമയമായപ്പോഴേക്ക് നല്ല സ്കോർ വേണം. തിലക് വർമ്മ എല്ലാ കാലത്തും ചെയ്യുന്നത് ഈ നമ്മൾ സഞ്ജുവിനെയും ഇഷാനെയും മുൻപ് സൂര്യയൊക്കെ പറഞ്ഞ സമയത്ത് ഈസി ആയിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരാളാണ് തിലക് വർമ്മ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മത്സരത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ ശരി, സ്കോർ ബോർഡ് നോക്കുമ്പോൾ തിലക് മാത്രമേ കളിച്ചിട്ടുള്ളൂ.
പക്ഷെ അദ്ദേഹം എടുത്തത് അത്ര റൺസ് എടുക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച ബോളുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര റൺസിലാണ് ഇന്ത്യ പരാജയപ്പെട്ടതെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു പ്രകടനം എത്രത്തോളം. ഒരു 6 മാത്രമാണ് നേടിയിട്ടുള്ളത്. പക്ഷെ ഹർഷിത് അവസാനം വന്നിട്ട് നല്ല അടി അടിച്ചു. ഹർഷിത് കുറെ വിജയിപ്പിക്കുമെന്ന് തോന്നിച്ചൊരു ഘട്ടം ഉണ്ടായിരുന്നു. ഹർഷിതിനെ ഒരു കാലത്ത് നമ്മൾ ഏറ്റവും പഴി പറഞ്ഞിട്ടുള്ള താരമാണ് ഹർഷിത്. എംഎസ്കെയാണ് ഹർഷിതിനെ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത്. അദ്ദേഹം ബൗളിംഗിലും ബാറ്റിംഗിലും ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒരാൾക്ക് ഒരുപാട് ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഞാനിപ്പോഴും അതൊരു വലിയൊരു സെലക്ഷൻ ആണെന്ന് പറയുന്നില്ല. കാരണം ഹർഷിദിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെയല്ല, ഹർഷിദ് ടീമിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒഴിവാക്കപ്പെടുന്ന മറ്റു പലരുണ്ട്. അവരുടെ കാര്യം ആലോചിച്ചിട്ട് വേറൊരു കാര്യം ഇപ്പോൾ ഒഴിവാക്കിയെന്ന് പറയുന്നുണ്ട്. ഹർഷിദിന് പകരം ഞാൻ പറയുന്നതല്ല, ഭൂമി ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്വിംഗ് കണ്ടീഷൻ എന്ത് ഗംഭീരമായിട്ട് ഉപയോഗിക്കുമായിരുന്നുള്ളത്. അദ്ദേഹം അതിഗംഭീരമായ 2 IPL സീസൺ, ഒരു IPL അല്ല, തുടർച്ചയായ 2 IPL അതിഗംഭീരമായ രീതിയിൽ, അതായത് ബാറ്റർമാരുടെ പർദീസയായ ഇന്ത്യയിലെ കണ്ടീഷനിൽ ഇന്ത്യയിലെ ഒരുവിധം എല്ലാ വിക്കറ്റിലും ഗംഭീരമായിട്ട് സ്വിംഗ് ചെയ്ത് ബാറ്റർമാർക്ക് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കിയ ഒരു ബോളറാണ് അദ്ദേഹം. ഇപ്പോൾ ഈ അയർലൻഡിലും ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഇംഗ്ലണ്ട് സീരീസിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഗംഭീരമായ രീതിയിൽ അദ്ദേഹം എറിയുമായിരുന്നു എന്നുള്ളതാണ്. അതായത് ഏതെല്ലാം രീതിയിൽ ആ പിച്ച് മുതലാക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ഇന്ത്യ നോക്കിയിട്ടില്ല. ഒപ്പം തന്നെ മിസ് ചെയ്ത വേറെ പ്ലെയർ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ മിഡിൽ ഓർഡർ 2 മത്സരത്തിൽ നഷ്ടപ്പെടുത്തിയപ്പോൾ രജത് പട്ടിദാറിന് അവിടെ അതായത് ഒരു ഫ്രാഞ്ചൈസിക്ക് തുടർച്ചയായി കപ്പേ ഇല്ലാതിരുന്ന ഒരു ഫ്രാഞ്ചൈസിക്ക് തുടർച്ചയായി 2 കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം. പോട്ടെ, ശ്രേയസിനെ ഒരുപാട് നാളുകൾക്ക് ശേഷം പരിഗണിക്കുന്നു, സൂര്യക്ക് ശേഷം ഒരു ലോങ് ടൈമിൽ ഒരാളെ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് നിർത്തി കഴിഞ്ഞ് അങ്ങനെ ഒരു ഒഴിവ് കഴിവ് കൊടുത്താൽ പോലും ബാറ്റർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് രജത്തിന് ഉപയോഗിക്കായിരുന്നു തന്നെ. തീർച്ചയായിട്ടും ഗംഭീരമായിട്ടാണ് ഗുണമെന്നുള്ളത്. രജത് ഒരു റൈറ്റ് ഹാൻഡ് ബാറ്ററാണ്. ഇന്ത്യൻ ടീമിൽ നോക്കുമ്പോൾ ഇപ്പം മധ്യനിരയിൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് മാത്രമാണ്, കൂടുതലും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. അഭിഷേക്, ഇഷാൻ, ലോകകപ്പ് സമയത്ത്. അപ്പോൾ ആ സമയത്താണ് ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റർ മിഡിൽ ഓർഡറിൽ വരുന്നു എന്നുള്ളൊരു ഇമ്പാക്ട് കൂടി അവിടെ ഉണ്ടാക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ നമ്മൾ ഓൾറൗണ്ടേഴ്സ്, നമ്മൾ കുറേ നാളായിട്ട് വാഷിംഗ്ടൺ സുന്ദർ വരട്ടെ, അക്സർ പട്ടേൽ വരട്ടെ, അങ്ങനെ കൊണ്ടുപോകുന്നു. അക്സർ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഭയങ്കര മോശമായിട്ടാണ് കളിക്കുന്നത്. വേൾഡ് കപ്പിൽ അതിനുശേഷം ഒരു മോശം IPL സീസണായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ബാറ്റിംഗ് ആയിക്കോട്ടെ ബൗളിംഗ് ആയിക്കോട്ടെ വളരെ മോശം പ്രകടനത്തിന്. അപ്പുറത്ത് ക്രൂണാൽ ഭേദപ്പെട്ട രീതിയിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് വേറെ സംഭവം എന്ന് വെച്ചാൽ തിലകിനെ ഇവർ വൈസ് ക്യാപ്റ്റൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം തിലകിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയോ അവിടെ സംജാതമായിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഓൾറെഡി ഇതിന് മുമ്പത്തെ സീരീസിലടക്കം അക്സർ പട്ടേൽ വൈസ് ക്യാപ്റ്റൻ ആവുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മറ്റൊരാൾ വൈസ് ക്യാപ്റ്റൻ ആകുന്നു. ഈ ഇന്ത്യൻ ടീമിന്റെ സെലക്ഷനിൽ ഇപ്പം നമ്മൾ അറിയുന്ന പോലത്തെ ഒരു സെലക്ഷൻ ഒന്നല്ല. ഒരാൾക്കും ഒരു വൈസ് ക്യാപ്റ്റൻ ഒന്നും ഒരു ലോങ് ടേം പരിപാടിയൊന്നും ഇല്ല. ഒരു സീരീസ് കഴിഞ്ഞ് അടുത്ത ആൾ മാറ്റുകയാണ്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അപ്പം തിലകിന് വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം റീപ്ലേസബിൾ അല്ല എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് അവിടെ പിന്നെ ടീം മാനേജ്മെന്റ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യക്ക് ശരിക്കും ചെവിയിൽ നിന്നുള്ളാം. ഇതൊരു വേക്കപ്പ് കോളാണ് ഇംഗ്ലണ്ട് പര്യടനത്തിന്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഇംഗ്ലണ്ട് സീരീസ് ആണ്. അതിനകത്ത് 5 മത്സരങ്ങളാണ്. ശ്രേയസിന്റെ ക്യാപ്റ്റൻസി എന്നുള്ളത്, നമ്മൾ ശ്രേയസിന്റെ ക്യാപ്റ്റൻസി ഭയങ്കരമായിട്ട് നമ്മളടക്കം ഭയങ്കരമായിട്ട് പുകഴ്ത്തിയതാണ്. പക്ഷെ IPL കപ്പെടുത്ത് പഞ്ചാബിന് കൊടുത്തു. പക്ഷെ അവസാനത്തെ 7 മത്സരങ്ങളിൽ IPL ഒരു മത്സരം പോലും ജയിക്കാൻ കഴിയാതെ പോയ ഒരു റീസെന്റ് ക്യാപ്റ്റൻസി എക്സ്പീരിയൻസ് അങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മളിവിടെ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു തോന്നുന്നു. പക്ഷെ IPL ടീമല്ല ഇന്ത്യൻ ടീം എന്നുള്ളതും വ്യത്യസ്തമാണ്. അതാണ് അവിടെ സൂര്യകുമാർ അവിടെ ഒരു ബെഞ്ച് മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ടീമിനെ പിന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ ക്യാപ്റ്റൻസി കൊണ്ട് അദ്ദേഹം ഒരു ബെഞ്ച് മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ബെഞ്ച് മാർക്ക് എനിക്ക് തോന്നുന്നു ശ്രേയസ് തുടരുമെന്ന് തോന്നുന്നു. കാരണം ക്യാപ്റ്റനായിട്ട് ബാറ്റിംഗ് പെർഫോമൻസ് വരുന്നില്ല, പക്ഷേ ടീം ജയിച്ചത് കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇംഗ്ലണ്ട് സീരീസിലേക്ക് വരുമ്പോൾ കുറെ കൂടി റിസ്കി കണ്ടീഷനാണ് വരാൻ പോകുന്നത് ഇന്ത്യക്ക്. ഏറെക്കുറെ ഇതേ ക്ലൈമറ്റ് തന്നെയാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിലുള്ളത്. പിച്ച് കണ്ടീഷൻ ഇതിനേക്കാളും ഹാർഡായിരിക്കും. മാത്രമല്ല എതിരാളികൾ കുറെ കൂടി സ്ട്രോങ് ആണ്. ഇംഗ്ലണ്ട് സീരീസിൽ ഇംഗ്ലണ്ട് സീരീസിൽ സമീപകാലത്ത് ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സീരീസാണ്. ഇന്ത്യ സമനില പിടിക്കുകയും അതിനു മുമ്പ് ഇന്ത്യ പരമ്പര നേടുകയും ചെയ്തിട്ടുണ്ട്. ഇംഗ്ലണ്ട് സീരീസിനെ സംബന്ധിച്ച് ഇംഗ്ലണ്ട് സീരീസ് എന്ന് പറയുന്നത് ഒരു ലോങ് ഫോർമാറ്റ് ആയത്, ഒരു ലോങ് പരമ്പര ആയതുകൊണ്ട്, ഒരു 5 മത്സരങ്ങൾ പരമ്പര ആയതുകൊണ്ട് ഒരു പക്ഷേ തുടക്കത്തിൽ ഇന്ത്യ ഒരു പക്ഷേ പിന്നോട്ട് പോയാലും തിരിച്ചു വരാനുള്ള സാഹചര്യമുണ്ട്. അയർലൻഡ് പരമ്പരയിൽ സംഭവിച്ചതാണ്. ഒരു പക്ഷേ 2-3 മത്സരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ ഒരു പക്ഷേ തിരിച്ചു വന്നേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് അവിടെ കളിച്ച് പരിചയമുള്ള താരങ്ങളുടെ ഒരു സാന്നിധ്യമുണ്ട്. ഇവർ ഈ ടീമിൽ പലരും കളിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും വലിയ വെല്ലുവിളി ഉണ്ടാകില്ല. ഒരു പക്ഷേ ഈ അയർലൻഡ് പര്യടനം ഒരു പാഠമായിട്ട് എടുക്കുകയാണെങ്കിൽ പിഴവുകൾ എന്തായാലും മാറ്റും. MSK പറഞ്ഞതുപോലെ വൈഭവ് സൂര്യവംശിയുടെ അരങ്ങേറ്റം ഒരുപക്ഷേ നമുക്ക് ഇംഗ്ലണ്ടിൽ കാണാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കാം. കാരണം ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഉയരുന്നത് സ്വാഭാവികമായിട്ടും സഞ്ജുവിന് തന്നെയാണ്. നമുക്ക് സഞ്ജു ആരാധകരോട് ക്ഷമിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹത്തെ ഈ കളിയിൽ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ വലിയ തോതിലുള്ള വിമർശനം ഉയർന്നേനെ. അദ്ദേഹം ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടു എന്ന് കരുതി ലോകകപ്പിലെ 3 മത്സരങ്ങളിൽ ഇന്ത്യയെ ജയിപ്പിക്കുകയും കിരീടം നേടുന്ന താരത്തെ മാറ്റി നിർത്തി എന്നുള്ളത് കൊണ്ട് വിമർശനം ഉയരുമായിരുന്നു.
അതായിരിക്കും ഒരു പക്ഷേ ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് ആഗ്രഹിച്ചിട്ടുണ്ടാകുക. സഞ്ജുവിനെ എങ്ങനെ മാറ്റി നിർത്തണം എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ വിമർശനങ്ങൾ കൂടാതെ അതായത് പ്രശ്നങ്ങളില്ലാതെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം സഞ്ജു മനസ്സിലാക്കുന്നില്ല എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ അല്ല അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രശ്നങ്ങളൊക്കെ സഞ്ജുവിന് മാത്രമേ വരുന്നുള്ളൂ. അതാണ് അഭിഷേക് മോശം ഫോമിലാണ്. ചോദ്യമാണ്. കാരണം തൊട്ട മത്സരത്തിൽ നന്നായി കളിച്ചു എന്നുള്ളത് സഞ്ജു ഇത്രയും തുടർച്ചയായിട്ട് ആ വേൾഡ് കപ്പിൽ മുൻപ് ഒരു പ്ലെയറും ഹിസ്റ്ററിയിൽ തന്നെ മുമ്പ് ഒരു പ്ലെയറും ചെയ്തിട്ടില്ലാത്ത രീതിയിലാണ് സഞ്ജുവിന്റെ ബോഡി ലാംഗ്വേജ് തന്നെ എനിക്ക് ഇപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് ആ ഭീതി പോകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അദ്ദേഹം ഇപ്പോഴും വലിയ സമ്മർദ്ദങ്ങൾക്ക് നടുവിൽ ബാറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ സ്ഥാനം സുരക്ഷിതമല്ലെന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു ബോധ്യമുള്ളതായല്ലോ തോന്നുന്നു. അല്ല അതൊരു ഇപ്പൊ പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്. ഇപ്പം ഈ വൈബ് വന്നതോട് കൂടിയിട്ട് ഏറ്റവും കൂടുതൽ പിന്നെ ഈ സമ്മർദ്ദം അനുഭവിക്കാൻ പോകുന്നത് ഈ സഞ്ജു തന്നെയായിരിക്കും. കാരണം ഒന്നിലും വൈബുവിനെ ഉൾപ്പെടുത്തുന്നില്ല. വൈബ് ഏത് സമയവും കയറി വരാം എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുന്നത് സഞ്ജു തന്നെയാണ് സമ്മർദ്ദം ഉണ്ടാവുന്നത്. പക്ഷേ ആക്ച്വലി ഈ സീരീസ് നോക്കുമ്പോൾ ആകെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒറ്റൊരു ഇന്നിങ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഭിഷേക് ശർമ്മയുടെ കഴിഞ്ഞ മത്സരത്തിൽ 49 മാത്രമേ ഉണ്ടായിരുന്നു. വേറെ എല്ലാ ബാറ്റ്സ്മാൻമാരും ഫോം ഔട്ടായിരുന്നു. പക്ഷെ സഞ്ജുവിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് സഞ്ജു ഫോം ഔട്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഫോം ഔട്ടായിരുന്നു. അഭിഷേകും ഇന്നലെ ഫസ്റ്റ് ബോൾ ഡെക്കായിരുന്നു. അപ്പോൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ആ രീതിയിലുള്ള ചർച്ചകൾ സഞ്ജുവിലേക്ക് വരുന്നു എന്നുള്ളത് ഭയങ്കര നിർഭാഗ്യകരമാണ്. വൈഭവരാണി തന്നെ വൈഭവ് അഭിഷേക് ഓപ്പൺ ചെയ്തിട്ട് സഞ്ജു വൺ ഡൗൺ പൊസിഷനിലും സഞ്ജു നന്നായിട്ട് കളിക്കുന്ന പ്ലെയർ ആണ്. ആ പൊസിഷൻ ചെറിയ രീതിയിൽ ചേഞ്ച് വരുത്തിയാലും മതി ഇംഗ്ലണ്ട് സീരീസിൽ. അതെ, ആ രീതിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇതിൽ പിന്നെ സഞ്ജുവിന്റെ 4th പൊസിഷനിലായാലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സഞ്ജു അല്ലെങ്കിൽ വൺ ഡൗൺ പൊസിഷനിൽ അദ്ദേഹം രാജസ്ഥാന് വേണ്ടി ഒരുപാട് വർഷം വൺ ഡൗൺ പൊസിഷനിൽ ഇറങ്ങിയൊരു താരമാണ്. അതായിരിക്കും നല്ലത്. ഒപ്പം തന്നെ അയർലൻഡ് ടീമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുരുഷ ടീം മാത്രമല്ല വനിതാ ടീമും ഇന്നലെ ഗംഭീരമായ നേട്ടം നേടി ഇന്ത്യ പുറത്താവുകയും ചെയ്തു. ഇന്ത്യ തുടർച്ചയായിട്ട്, അതായത് ഏകദിന വനിതാ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ഇന്ത്യ തുടർച്ചയായി 2ാം തവണയും ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ T20 ലോകകപ്പിൽ നിന്ന് പുറത്താകുന്നു എന്നതാണ്. അതിൽ ഇന്നലത്തെ മത്സരത്തിൽ ഓസ്ട്രേലിയ ഒരു ഘട്ടത്തിൽ പകരം വീട്ടിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഫൈനലിലെ തോൽവിക്ക് അടക്കമുള്ള കാര്യങ്ങൾക്ക് കഴിഞ്ഞ ഏകദിന ലോകകപ്പിലെ തോൽവിക്കുള്ള പകരം വീട്ടിയെന്ന് പറയാം. എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ ആശിക്കാൻ അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് സന്തോഷിക്കാൻ വകയുള്ള ദീപ്തി ശർമ്മയുടെ കാര്യമാണ്. അവർ ഈ വനിതാ ക്രിക്കറ്റിലെ ഓൾ ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരമായി മാറി 356 വിക്കറ്റുകളോളം എത്തി എന്നുള്ളതാണ്. ഇന്നലെ പക്ഷേ അവർക്ക് ഒരു വിക്കറ്റ് നേടാൻ കഴിയുന്നു. പക്ഷേ ഈ ജയിച്ച മത്സരങ്ങളിലടക്കം ദീപ്തിയുടെ ഓപ്ഷൻ ഒരു ഗംഭീര നിർണായകമായിട്ടുള്ള ഘടകമായിരുന്നു. ഇനി T20 ക്രിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ക്യാപ്റ്റൻ ഇന്ത്യയുടെ മുൻനിര, അതായത് ഇന്ത്യയുടെ പുരുഷ ടീം എന്തിനാണ് സംഭവിച്ചത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഇന്ത്യൻ വനിതകൾ കളിച്ചിട്ടുണ്ട്. അതായത് മുൻനിര ആദ്യത്തെ 3 താരങ്ങൾ 30+, ഷഫാലി വർമ്മ 34, ജമീമ റോഡ്രിക്സ് 34 എടുക്കുന്നു, സ്മൃതി മന്ദാന 38 റൺസ് എടുക്കുന്നു. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ 56 റൺസ് എടുത്ത് ഇന്നിങ്സ് 170 എന്നുള്ള ഒരു ടോട്ടലിലേക്ക് എത്തിക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, 171 നേടി എന്നുള്ളത് അവർക്ക് ആദ്യം 10 ഓവർ തന്നെ 3 വിക്കറ്റുകൾ നഷ്ടമായിട്ട് അവർ നേടി എന്നുള്ളത് അവരുടെ ഒരു പ്രൊഫഷണൽസ്, ഓസ്ട്രേലിയൻ പ്രൊഫഷണൽസ് എക്കാലത്തും നമ്മൾ അംഗീകരിക്കപ്പെടേണ്ട കാര്യമാണ്. മറിച്ചൊരു കാര്യം കൂടി, വനിതാ 2020 റൺ ചേസിങ്ങിലെ ഏറ്റവും ഉയർന്ന റൺസ് ചേസ് ചെയ്ത് ജയിച്ചു എന്നുള്ളതാണ് ഓസ്ട്രേലിയയുടെ ഇന്നലത്തെ മത്സരത്തിൽ നേട്ടം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പിഴച്ചു പോയത് നേരെ മറിച്ച് അവിടെ ബാറ്റർമാർ മികച്ച പ്രകടനം നടത്തി, പക്ഷേ ബൗളർമാർക്ക് അവരുടെ കഴിവിനൊത്ത് ഉയരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്നലത്തെ മത്സരത്തിൽ തോന്നുന്നത്. പക്ഷേ ഇന്ത്യ ജയിച്ച 3 മത്സരങ്ങൾ എന്ന് പറയുന്നത് താരതമ്യേന സൗത്ത് ആഫ്രിക്കയോടും തോറ്റു, ഗ്രൂപ്പ് ഘട്ടത്തിൽ തോറ്റു. അപ്പോൾ ആകെയുള്ള കളികൾ നമുക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താകുന്ന ഇനിയൊരു മത്സരം അവശേഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സാധ്യതയില്ല എന്നുള്ളതാണ്. വനിതാ 2020 ഇന്ത്യയെ സംബന്ധിച്ച് കുറച്ചുകൂടി വെല്ലുവിളിയേറിയ കാര്യമാണ് തോന്നുന്നു. പക്ഷേ അത് സമീപഭാവിയിൽ തന്നെ അത് കയറി വരുമെന്ന് തന്നെയാണ്. കാരണം ഏകദിനത്തിൽ വനിതകൾ അങ്ങനെയായിരുന്നല്ലോ. ഇപ്പം നിലവിൽ അവർ ഏകദിന ചാമ്പ്യന്മാരാണ്, ലോക ചാമ്പ്യന്മാരാണെന്നുള്ള സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തായാലും ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് നിരാശ തന്നെയാണ്. പക്ഷേ അവരുടെ പെർഫോമൻസ് നമ്മൾ എഴുതിത്തള്ളണ്ട. സമീപഭാവിയിൽ തന്നെ ഇന്ത്യ T20 ലോക വനിതാ ചാമ്പ്യന്മാരാകുന്നതാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ജനറേഷനാണ് ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരാണ്, കൃത്യമായിട്ടും പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്. സ്മൃതി മന്ദാനയും ഹർമൻപ്രീത് കൗറും ദീപ്തി ശർമ്മയും എല്ലാവരും ഒരു സൂപ്പർ സ്റ്റാർസ് ആയിട്ട് നിൽക്കുന്ന, എല്ലാവരും നമുക്കറിയാം ഏകദിന ലോകകപ്പ് നേടിയൊരു ടീമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ടീമിനെയും കൊണ്ടാണ് ഈ T20 ലോകകപ്പിലേക്ക് വന്നത്. അപ്പോൾ അവർ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്തായി എന്ന് പറയുമ്പോൾ ഈ 2007 വേൾഡ് കപ്പിൽ ഇന്ത്യ ഏകദിന വേൾഡ് കപ്പിൽ ഫസ്റ്റ് റൗണ്ടിൽ പുറത്തായത് പോലത്തെ ഒരു സിറ്റുവേഷനാണ്. കാരണം ആ ലോകകപ്പിലെ ഏറ്റവും മികച്ച ടീമിനെയും കൊണ്ടാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിലേക്ക് പോയത്. ആ സമയത്ത് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്തായി. അതേ ഒരു അവസ്ഥ തന്നെയാണ്. പക്ഷേ ഇന്ത്യ തിരിച്ചു വരും എന്നുള്ളതാണ് എനിക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. ക്രിക്കറ്റിനകത്ത് ഏറ്റവും വലിയ എല്ലിസ് പെരി പോലുള്ള ഒരു താരമാണ് അവിടെ പ്രൊഫഷണൽസ് നമ്മൾ എല്ലാ കാലത്തും അത് പുരുഷ ടീമായാലും വനിതാ ടീമായാലും നമ്മൾ കാണുന്നതാണ്. ഒപ്പം തന്നെ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വാർത്തകളിലൊന്ന് ബെൻ സ്റ്റോക്സിന്റെ വിരമിക്കലായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് ന്യൂസിലൻഡിനായ സീരീസിന്റെ ഇടയിൽ അദ്ദേഹം ഡെസ്റ്റിനേഷൻ വിരമിക്കാന്ന് പറയുന്നു. ഇന്നലെ വളരെ രസകരമായിട്ടുള്ള ഒരു മുഹൂർത്തം ഉണ്ടായിരുന്നു ഈ ആഷസ്
ഈ ആഷസ് അല്ല, ന്യൂസിലാൻഡ് വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരത്തിൽ. അതായത് ബെൻ സ്റ്റോക്സ് വിരമിക്കുന്നു എന്നുള്ള റൂമർ വന്നു കഴിഞ്ഞു. അവിടെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ പത്രസമ്മേളനങ്ങളും മറ്റോ ഒന്നും വന്നില്ല. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ആളുകൾ ഇങ്ങനെ ഇത് അറിയുന്നു, ബെൻ സ്റ്റോക്സ് വിരമിക്കുന്നുള്ള. അപ്പോൾ ആളുകളൊക്കെ കൈയടിക്കാൻ തുടങ്ങുന്നു. പിന്നത്തെ ഒരു 28 സെക്കൻഡുകൾ ബെൻ സ്റ്റോക്സ് അപ്പം ബോൾ ചെയ്യാണ്. ആ സമയത്താണ് ഇത് അറിയുന്നത്. ആളുകളൊക്കെ ബെൻ സ്റ്റോക്സിന് വേണ്ടി ചീർ ചെയ്യുന്നുണ്ട്. ബെൻ സ്റ്റോക്സ് ആ പന്തിൽ ഒരു വിക്കറ്റ് എടുത്തിട്ട് പിന്നെ ആഘോഷപൂർവ്വം ഓടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ 29 മിനിറ്റ് എന്ന് പറയുമ്പോൾ 28 മിനിറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ അതിനുശേഷം ആളുകളുടെ ഒരു ആരവമുണ്ട്. അദ്ദേഹം ഒരു ട്രൂ പിന്നെ നായകനായിരുന്നു. ബെൻ സ്റ്റോക്സ് വിരമിക്കുന്നതോട് കൂടിയിട്ട് ഒരു എൻഡ് ഓഫ് എൻ എറ എന്ന് തന്നെ പറയാം. കാരണം ബെൻ സ്റ്റോക്സും ബ്രണ്ടൻ മക്കുല്ലും കൂടി വേറെ തരത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിനെ സമീപിച്ചതും അവർ പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റ് ബാസ്ബോൾ എന്ന രീതിയിൽ തന്നെ ഒരുപാട് മുന്നേറ്റങ്ങൾ, ഇടയ്ക്ക് വിമർശനങ്ങളൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു എന്നതിനെ വേറെ തലത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ബെൻ സ്റ്റോക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകം കണ്ട ഏറ്റവും മികച്ച ഓൾറൗണ്ടേഴ്സിൽ ഒരാളാണ്. ഇപ്പം ഇയാൻ ബോധത്തിന് ശേഷം ആൻഡ്രൂ ഫ്ലിൻഡോഫ് വന്നു. ഫ്ലിൻഡോഫിന് ശേഷം ജാക്ക് എല്ലിസിനൊപ്പം നിൽക്കുന്ന അതായത് ടെസ്റ്റ് ക്രിക്കറ്റിൽ 7000 റൺസ് പ്ലസ് 250 വിക്കറ്റ് നേട്ടം കൊയ്തിട്ടുള്ള രണ്ടാമത്തെ മാത്രം ക്രിക്കറ്റ്. അത് ഇംഗ്ലണ്ട് എല്ലാ കാലത്തും ഇതേപോലത്തെ പിന്നെ ജയൻസ് ആയിട്ടുള്ള ഓൾറൗണ്ടേഴ്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഇയാൻ ബോധം 80കളിലാണെങ്കിൽ ആൻഡ്രൂ ഫ്ലിൻഡോഫ് ഉണ്ടായിരുന്നു. ഫ്ലിൻഡോഫിന് ശേഷം കൃത്യമായിട്ടും ബാറ്റും ബോളും ഒരുപോലെ ചെയ്യുന്ന ഒരു ഓൾറൗണ്ടർ. ഇവരെ കാണുമ്പോൾ തന്നെ ഒരു സാമ്യം തോന്നുന്നുണ്ട്. ഈ ബെൻ സ്റ്റോക്സിന്റെ കാര്യം പറയുമ്പോഴേ നിങ്ങൾ എത്ര പേര് ആ മത്സരം ഓർക്കുന്ന എനിക്ക് ഓർമ്മയില്ല. 2016 T20 ലോകകപ്പിന്റെ ജയിക്കാൻ അവസാനം വേണ്ടത് 19 റൺസ്. അവിടെ 4 പന്തുകളും 6ലേക്ക് പോവുകയാണ്. ആ ഹതഭാഗ്യനായ ബൗളർ എന്ന് പറയുന്നത് ബെൻ സ്റ്റോക്സ് ആയിരുന്നു. ആ തോൽവിയിൽ നിന്ന് അയാൾ തിരിച്ചു വരുന്ന വരവ് എന്ന് പറയുന്നത് 2019 2022 ഇംഗ്ലണ്ടിനെ ചാമ്പ്യന്മാരാക്കിക്കൊണ്ടാണ്. അതായത് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും മികച്ച കംബാക്കുകൾ, ഏറ്റവും വലിയ തകർച്ച. ഇംഗ്ലണ്ടിൽ തന്നെ അവർക്ക് ഇതുണ്ട്, സ്റ്റുവർട്ട് ബ്രോഡ് മികച്ച ഫാസ്റ്റ് ബോളറാണ്. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട മേഖലകളിലേക്ക് ഇംഗ്ലണ്ട് രജിസ്റ്റർ ചെയ്തു. അതായത് 2 പ്രധാന ഇന്നിങ്സുകൾ കൂടി പറയാം ബെൻ സ്റ്റോക്സിന്റെ. 2019 ലോകകപ്പ് ബൗണ്ടറികളുടെ അപ്പോൾ ആ ഫൈനൽ നിശ്ചയിച്ചത് ബെൻ സ്റ്റോക്സ് ആണ്. അദ്ദേഹത്തിന് 84 റൺസാണ്. അദ്ദേഹം ഒറ്റയാൾ പോരാട്ടത്തിലൂടെ സ്കോർ ടൈയിലാക്കുന്നു. സൂപ്പർ ഓവറിൽ അദ്ദേഹം 18 റൺസും മറ്റും നേടുന്നു. ഇങ്ങനെ അത് കൂടാതെ അവസാന വിക്കറ്റുകൾ വീഴ്ത്തുന്ന കാഴ്ച. ഇങ്ങനെ നോക്കുമ്പോൾ ഇംഗ്ലണ്ടിന് അന്യമായിരുന്ന ഏകദിന ലോകകപ്പ് നേടിക്കൊടുക്കുന്നതിന് നിർണായക പങ്ക് വഹിച്ചൊരു താരമാണ്. പിന്നെ ഇംഗ്ലണ്ടുകാരെ സംബന്ധിച്ച് ലോകകപ്പിനേക്കാളും വിലമതിക്കുന്നതാണ് ആഷസ് പരമ്പര എന്ന് പറയുന്നത്. ആഷസ് പരമ്പരയിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറേ ഇന്നിങ്സുകൾ കളിച്ചിട്ടുള്ള താരമാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം 2019 ഹെഡിംഗ്ലിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടമുണ്ട്, 135 റൺസ്. അത് 369 റൺസോ മറ്റോ ചേസ് ചെയ്യുന്നൊരു ഘട്ടത്തിൽ ഇംഗ്ലണ്ട് 9 വിക്കറ്റിന് 260 സംതിങ്, അതായത് പിന്നെയും 90 റൺസ് വേണ്ട ഒരു ഘട്ടത്തിൽ ജാക്ക് ലീഷ് എന്ന് പറയുന്ന അവസാന വാലറ്റക്കാരനെ കൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഇന്നിങ്സ് നടത്തുന്നുണ്ട്. 84 റൺസിൻ്റെ ഒരു 135 റൺസ് 77 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ് അവസാന വിക്കറ്റിൽ വരുന്നു. ആ മത്സരം ഒറ്റ വിക്കറ്റിന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ ബീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് അതിൽ വേറൊരു രസകരമായ കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ 77 റൺസ് എടുത്തതിൽ ജാക്ക് ലീച്ചിന്റെ സംഭാവന 1 റൺസ് മാത്രമാണ്. കാരണം അദ്ദേഹത്തെ മറുഭാഗത്ത് സംരക്ഷിച്ചുകൊണ്ടാണ് ഒറ്റയ്ക്ക് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം മത്സരം പൂർത്തിയാക്കുന്നത് തന്നെ. ആ മത്സരം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ ആഹ്ലാദ പ്രകടനവും വലിയ ചർച്ചയായി. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ നമ്മൾ ബാറ്റിങ്ങും ബൗളിങ്ങും മാത്രമേ പറഞ്ഞു, അദ്ദേഹം ഗംഭീരമായിട്ടൊരു ഫീൽഡർ കൂടിയാണ്. അസാധ്യമായ ക്യാച്ചുകൾ എടുക്കുന്ന താരമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് സമ്പൂർണ്ണനായിട്ടുള്ള ഒരു ക്രിക്കറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പിന്നെ മറ്റൊരു കാര്യത്തിൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഈ ബാസ്ബോൾ ഗെയിമിൻ്റെ കാര്യത്തിൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അത് ബ്രണ്ടൻ മക്കുല്ലം അദ്ദേഹം കളിച്ചിരുന്ന കാലത്ത് വിസ്ഫോടന ശേഷിയുള്ളൊരു ബാറ്റ്സ്മാനായിരുന്നു. പക്ഷേ അതിനു മുമ്പ് ബാസ്ബോൾ കളിച്ചത് ഓസ്ട്രേലിയ തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ആദം ഗിൽക്രിസ്റ്റും മാത്യു ഹെഡനും ചേർന്ന് തുടങ്ങിയിട്ടുള്ള ഓപ്പണിംഗ് എന്ന് പറയുന്നത് ബാസ്ബോളിൻ്റെ മുത്തച്ഛനായിട്ട് വരും. കാരണം ആദ്യ ദിനം റൺസ് പിറക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് അവർ തുടങ്ങി വെച്ചൊരു കാഴ്ചയാണ്. അത് മറ്റാരും ചൂസ് ചെയ്തില്ല. സനത് ജയസൂര്യയും രമേഷ് കലുവിതറിനെയും ചേർന്ന് 96 തുടങ്ങി വെച്ച സ്ഫോടനാത്മകമായ ഏകദിന ബാറ്റിംഗ് പ്രകടനം മറ്റു ടീമുകൾ അഡാപ്റ്റ് ചെയ്തു. ഇന്ത്യ പോലും വീരേന്ദ്ര സെവാഗിനെ പോലെ ഒരു താരത്തിന് വേണ്ടി കാത്തിരുന്ന കാഴ്ചയുണ്ട്. പക്ഷേ ടെസ്റ്റിൽ ഇവർ കാഴ്ചവെച്ച രീതിയിലേക്ക് മറ്റു ടീമുകൾ പോയിട്ടുണ്ടായിരുന്നില്ല വലിയ ഒരളവോളം. അത് പരീക്ഷിക്കാൻ തയ്യാറായത് നിരന്തരം ചെയ്തു എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ അതില് പിന്നെ ഇപ്പം ജോ റൂട്ടിനെ പോലുള്ള ഒരു താരം, അദ്ദേഹം ബാസ്ബോളിന് മുമ്പ് ബാറ്റ് ചെയ്തിരുന്ന വിധവും ബാസ്ബോളിന് ശേഷം ബാറ്റ് ചെയ്തിരുന്ന വിധവും നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ജോ റൂട്ട് നമുക്കറിയാം പിന്നെ അവിടെ ക്രീസിലങ്ങ് പിന്നെ എന്താ പറയുക ആങ്കർ ചെയ്തുകൊണ്ട് ഒരുപാട് പന്തുകളൊക്കെ പിന്നെ ഈ ക്ലാസിക് സ്റ്റൈലിൽ പിന്നെ മുട്ടിയിട്ടുകൊണ്ടും അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്തുകൊണ്ടൊക്കെ പിന്നെ റൺസ് സ്കോർ ചെയ്തിരുന്ന ഒരു താരമാണ്. ഒരു 190 പന്തിൽ 100 എടുക്കുന്ന ഒരു താരമാണ്. പക്ഷേ ഈ ബാസ്ബോളിന് ശേഷം അദ്ദേഹത്തിൻ്റെ
പിന്നെ സ്ട്രൈക്ക് റേറ്റ് കൂടുന്നു. അദ്ദേഹം ഒരു 110 ബോളിൽ അല്ലെങ്കിൽ 120 പന്തിന് അപ്പുറം സെഞ്ചുറി എടുക്കാത്ത രൂപത്തിലേക്കുള്ള രീതിയിലേക്ക് അദ്ദേഹം ശൈലി മാറ്റുന്നു. ഫസ്റ്റ് പന്ത് മുതൽ അടിച്ചു തുടങ്ങുന്നു. കഴിഞ്ഞ മത്സരത്തിലും ബെൻ സ്റ്റോക്സ് ആണ് ഓപ്പണറായിട്ട് ഇറങ്ങിയത്. അദ്ദേഹത്തിന്റെ അവസാന മത്സരം ആഘോഷിക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം നിന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഓപ്പണറായിട്ട് പക്ഷെ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇറങ്ങി പോകുന്നത്. അല്ല, ബെൻ സ്റ്റോക്സ് പലപ്പോഴും ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കരിയറിൽ. ഇപ്പം മുമ്പ് പിന്നെ ഈ ഡേവിഡ് വാർണറുമായിട്ട് മുമ്പൊരു ബാറിൽ വെച്ച് അടിയുണ്ടാക്കിയത്, അതിന്റെ പുറത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെയുള്ളത് ഒരുപാട് സമയത്ത് ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഈ പിന്നെ ഔട്ട്സൈഡ് പിന്നെ ക്രിക്കറ്റിന് പുറത്തുള്ള വിവാദങ്ങളിൽ ബെൻ സ്റ്റോക്സ്. ഞാൻ ആലോചിക്കുന്നത് ഈ നേട്ടങ്ങളെല്ലാം വിവാദങ്ങൾ കൊണ്ട് വിസ്മരിക്കപ്പെട്ട താരങ്ങൾ നിരവധിയുണ്ട്. പക്ഷേ ബെൻ സ്റ്റോക്സിന്റെ കാര്യത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മോശം സൈഡിനെ അദ്ദേഹം നേടിയിട്ടുള്ള നേട്ടങ്ങൾ മറയ്ക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 ലോകകപ്പ് നേട്ടം, ആഷസിലെ അടക്കമുള്ള നേട്ടങ്ങൾ, അങ്ങനെ നോക്കുകയാണെങ്കിൽ മറ്റേത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായിരിക്കും. അല്ല, ഇംഗ്ലണ്ട് അത് പുറത്തു കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ഇന്നലെ ക്രിക്കറ്റ് ബോർഡ് എഴുതിയിട്ടുള്ള വാചകങ്ങൾ തന്നെയാണ് അതിന് ഉദാഹരണം. നിങ്ങൾ ഇംഗ്ലണ്ട് ക്രിക്കറ്റിന് നൽകിയിട്ടുള്ള മഹത്തായ സേവനങ്ങൾ മറക്കാവുന്നതല്ല, അതിന് എന്നും കടപ്പെട്ടിരിക്കുക എന്നാണ് അവർ വാർത്തകൾ. പിന്നെ ഈ പറഞ്ഞ ഒരു കാര്യം റൂമർ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇന്നലെ 4-ാം ദിനം കളി തുടങ്ങുന്നതിന് ഡ്രസ്സിംഗ് റൂമിലെ മീറ്റിങ്ങിന് മുമ്പാണ് അദ്ദേഹം സഹതാരങ്ങളോട് ഒരു കാര്യം പറയുന്നത്. അതായത് ഇനി നേടാനൊന്നുമില്ല, ഞാൻ മടങ്ങുകയാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇംഗ്ലണ്ട് ആരാധകർ പ്രതീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്. ഏകദിനത്തിൽ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചതിന് ശേഷം തിരിച്ചു വന്നൊരു ഗംഭീര ഇന്നിങ്സ് ന്യൂസിലൻഡിനെതിരെ നടത്തിയിട്ടുണ്ട്. സമാനമായിട്ട് അദ്ദേഹത്തിന് 35 വയസ്സേ ആയിട്ടുള്ളൂ. ഒരുപക്ഷേ ഇനി അദ്ദേഹത്തിന് കളി ബാക്കിയുണ്ട്. വിരമിക്കുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള അവസരമുണ്ട്. ഇംഗ്ലണ്ട് ക്രിക്കറ്റിനെ സംബന്ധിച്ച് വിദേശ ക്രിക്കറ്റിൽ അത് സ്വാഭാവികമാണല്ലോ. റൈറ്റ്, തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് ക്രിക്കറ്റ് വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള വെല്ലുവിളി ഇംഗ്ലണ്ടിലാണുള്ളത്. അത് അടുത്ത് തന്നെയുണ്ട്. മത്സരങ്ങൾ ഒരുപാട് വൈകുന്നൊന്നുമില്ല. ആ സീരീസിൽ ഏത് വിധമായിരിക്കും ഇന്ത്യ കളിക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ. ഒപ്പം തന്നെ വൈഭവിൻ്റെ അരങ്ങേറ്റത്തിനായി വളരെ ആവേശത്തോടെ ഉത്സാഹത്തോടെ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.